ലോഗോസ് ക്വിസ് 2024 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അദ്ധ്യായം 11 ചോദ്യോത്തരങ്ങൾ. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പായി ഈ അദ്ധ്യായം ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. വായിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ പെട്ടെന്ന് പഠിക്കാനും ഓർമ്മയിൽ വയ്ക്കാനും സാധിക്കും. ചോദ്യം 1. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പ്രാർത്ഥന പഠിപ്പിച്ചത് ആരെയാണ്? ഉത്തരം: ശിഷ്യന്മാരെ. ചോദ്യം 2. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് യേശു എന്തെടുക്കുകയായിരുന്നു? ഉത്തരം: പ്രാർത്ഥിക്കുകയായിരുന്നു. ചോദ്യം 3. യോഹന്നാൻ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നത് ആര്? ഉത്തരം: ശിഷ്യന്മാരിൽ ഒരുവൻ. ചോദ്യം 4. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പൂജിതമാകണമെന്ന് അപേക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം: പിതാവിൻ്റെ നാമം. ചോദ്യം 5. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ രണ്ടാമത്തെ അപേക്ഷ എന്താണ്? ഉത്തരം: അങ്ങയുടെ രാജ്യം വരേണമേ. ചോദ്യം 6. കർത്തൃപ്രാർത്ഥനയിൽ എന്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം: ഞങ്ങളുടെ പാപങ്ങൾ. ചോദ്യം 7. ഞങ്ങളെ എന്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: പ്രലോഭനത്തിൽ. ചോദ്യം 8. ഒരുവൻ അർദ്ധരാത്രി സ്നേഹിതൻ്റെ അടുക്കൽ വന്ന് 3 അപ്പം ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്? ഉത്തരം: സ്നേഹിതൻ യാത്രാമധ്യേ അവൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുകൊണ്ട്. ചോദ്യം 9. അർദ്ധരാത്രിയിൽ അപ്പം ചോദിച്ചു വന്നവനോട് സ്നേഹിതൻ എഴുന്നേറ്റ് എനിക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത്? ഉത്തരം: കതകടച്ചു കഴിഞ്ഞു, കുഞ്ഞുങ്ങളും തൻ്റെ കൂടെ കിടക്കയിലാണ്. അതാണ് കാരണമായി പറയുന്നത്. ചോദ്യം 10. അർദ്ധരാത്രിയിൽ അപ്പം ചോദിച്ചു വരുന്നവന് സ്നേഹിതൻ എന്ന പേരിൽ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്തു നിമിത്തം അവന് വേണ്ടത് നൽകുമെന്നാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം: നിർബന്ധം നിമിത്തം. ചോദ്യം 11. പൂരിപ്പിക്കുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ഡാഷ്. അന്വേഷിക്കുവിൻ, നിങ്ങൾ ഡാഷ്. മുട്ടുവിൻ, നിങ്ങൾക്ക് ഡാഷ്. ഉത്തരം: ലഭിക്കും. രണ്ടാമത്തെ ഫില്ലപ്പ് കണ്ടെത്തും. മൂന്നാമത് വരുന്നത് തുറന്നു കിട്ടും. അതായത് ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദ്യം 12. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ ഡാഷ് ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുക? ഉത്തരം: ആദ്യത്തെ ഫില്ലപ്പ് മീൻ, രണ്ടാമത്തെ ഫില്ലപ്പ് പാമ്പ്, മൂന്നാമത്തെ ഫില്ലപ്പ് തേള്. മുഴുവൻ വാചകമായി പറയുമ്പോൾ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? ചോദ്യം 13. പ്രാർത്ഥനയുടെ ശക്തിയെ സൂചിപ്പിക്കാൻ യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മറ്റു 2 വസ്തുക്കൾ കൂടി ബന്ധപ്പെടുത്തി യേശു ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ആ 2 വസ്തുക്കളേത്?
ഉത്തരം മുട്ടയും തേളും. വചനം ഇങ്ങനെയാണ്: മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക. ചോദ്യം 14. മക്കൾക്ക് ഡാഷ് നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ഡാഷ് നൽകുകയില്ല. 2 ഫില്ലപ്പ് വരുന്നു. ആദ്യത്തേത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ. അവസാനം വരുന്ന ഫില്ലപ്പ് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ചോദ്യം 15. പിശാചുബാധിതനായ ഊമൻ സംസാരിച്ചു തുടങ്ങിയത് എപ്പോൾ? ഉത്തരം പിശാച് പുറത്തുപോയപ്പോൾ. ചോദ്യം 16. ഊമനായ ഒരു പിശാചിനെ യേശു പുറത്താക്കുകയും ഊമൻ സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടത് ആര്? ഉത്തരം ജനങ്ങൾ. ചോദ്യം 17. യേശു ആരെക്കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു എന്നാണ് യഹൂദർ ആരോപിച്ചത്? ഉത്തരം പിശാചിൻ്റെ തലവനായ ബേൽസബൂലിനെ കൊണ്ട്. ചോദ്യം 18. ബേൽസബൂൽ ആര്? ഉത്തരം പിശാചുക്കളുടെ തലവൻ. ചോദ്യം 19. ജനക്കൂട്ടത്തിൽ ചിലർ യേശുവിനെ പരീക്ഷിക്കുവാനായി അവിടുത്തോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരടയാളം. ചോദ്യം 20. എങ്ങനെയുള്ള രാജ്യവും ഭവനവും നശിച്ചു പോകുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം അന്തഛിദ്രമുള്ള. ചോദ്യം 21. സാത്താൻ്റെ രാജ്യത്തിന് നിലനിൽപ്പില്ലാത്തത് എപ്പോഴെന്നാണ് യേശു അറിയിക്കുന്നത്? ഉത്തരം സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിക്കുമ്പോൾ. ചോദ്യം 22. യേശു എന്ത് ചെയ്യുന്നെങ്കിലാണ് അവിടുന്ന് യഹൂദരോട് നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നതെന്ന് ചോദിക്കുന്നത്? ഉത്തരം ബേൽസബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ. ചോദ്യം 23. ദൈവകരം കൊണ്ടാണ് യേശു പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നതെന്ത്? ഉത്തരം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ചോദ്യം 23. യേശു താൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്ങനെയാണെന്നാണ് അരുളി ചെയ്യുന്നത്? ഉത്തരം ദൈവകരം കൊണ്ട്. ചോദ്യം 24. എപ്പോൾ ഒരുവന്റെ കൊട്ടാരത്തിലെ വസ്തുക്കൾ സുരക്ഷിതമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ചോദ്യം 25. ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നെങ്കിലും കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്തു സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മുഴുവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. ചോദ്യം 26. എങ്ങനെയുള്ളവനാണ് തനിക്കെതിരാണെന്ന് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം യേശുവിനോട് കൂടെയല്ലാത്തവൻ. ചോദ്യം 27. തന്നോട് കൂടെ എന്തു ചെയ്യാത്തവനാണ് ചിതറിച്ചു കളയുന്നു എന്ന് യേശു പ്രസ്താവിക്കുന്നത്? ഉത്തരം ശേഖരിക്കാത്തവൻ. ചോദ്യം 28. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് എവിടെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത്? ഉത്തരം വരണ്ട സ്ഥലങ്ങളിലൂടെ. ചോദ്യം 29. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നു. കണ്ടെത്താതെ വരുമ്പോൾ അവൻ ചെയ്യുന്നതെന്ത്? ഉത്തരം ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു. ചോദ്യം 30. ഉപേക്ഷിച്ചു പോയ ഒരു ഭവനത്തിലേക്ക് അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ ഭവനം എപ്രകാരമാണ് കാണപ്പെടുക? ഉത്തരം ആ വീട് അടിച്ചുവാരി
സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. ചോദ്യം 31. ഉപേക്ഷിച്ചു പോയ ഭവനത്തിലേക്ക് അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ തന്നോട് കൂടെ എത്ര പേരെ കൂടി കൊണ്ടുവന്നു എന്നാണ് അതിൽ വാസമുറപ്പിക്കുക? ഉത്തരം 7 അശുദ്ധാത്മാക്കളെ കൂടി തന്നോടുകൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അതിൽ വാസമുറപ്പിക്കുന്നു. ചോദ്യം 32. ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. എപ്പോൾ? ഉത്തരം ഉപേക്ഷിച്ചു പോയ അശുദ്ധാത്മാവ് മറ്റ് 7 അശുദ്ധാത്മാക്കളോടുകൂടി അവനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ. ചോദ്യം 33. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞതാര്? ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. ചോദ്യം 34. പൂരിപ്പിക്കുക. ഡാഷ് വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഉത്തരം ജനക്കൂട്ടം. ചോദ്യം 35. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ ഈശോയുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ചോദ്യം 36. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഈ തലമുറയെപ്പറ്റി യേശു ഇപ്രകാരം പറയുന്നതിൻ്റെ കാരണമെന്ത്? ഉത്തരം ഇത് അടയാളം അന്വേഷിക്കുന്നു. ചോദ്യം 37. ആരുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും ഈ തലമുറയ്ക്ക് നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം യോനായുടെ. ചോദ്യം 38. പൂരിപ്പിക്കുക. ഡാഷ് നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ഡാഷ് ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ഉത്തരം യോന. ഫസ്റ്റ് ഫിലിപ്പ് യോന, സെക്കൻഡ് ഫിലിപ്പ് മനുഷ്യപുത്രൻ. മുഴുവനായി വാചകം പറയുകയാണെങ്കിൽ, യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ചോദ്യം 39. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞി. ചോദ്യം 40. ആരുടെ വിജ്ഞാനം ശ്രമിക്കാനാണ് ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത്? ഉത്തരം സോളമൻ്റെ. ചോദ്യം 41. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നുവെന്ന് സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്ന ദക്ഷിണദേശത്തെ രാജ്ഞി ആര്? ഉത്തരം ഷേബ. ചോദ്യം 42. ആരാണ് വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്? ഉത്തരം നിനവേ നിവാസികൾ. ചോദ്യം 43. യോനായുടെ പ്രസംഗം കേട്ട ജനങ്ങൾ എന്തു ചെയ്തു? ഉത്തരം പശ്ചാത്തപിച്ചു. ചോദ്യം 44. യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ ആര്? ഉത്തരം നിനവേ നിവാസികൾ. ചോദ്യം 45. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ, എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ എന്ന് സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം യേശുവിനെ കുറിച്ച്. ചോദ്യം 46. വിളക്ക് കൊളുത്തി ആരും എവിടെ വയ്ക്കാറില്ല എന്നും അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് എവിടെയാണ് വയ്ക്കുന്നത് എന്നുമാണ് യേശു പറയുന്നത്? ഉത്തരം നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. ചോദ്യം 47. ശരീരത്തിൻ്റെ വിളക്ക് എന്താണ്? ഉത്തരം കണ്ണ്. ചോദ്യം 48. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ എങ്ങനെയുള്ളതായിരിക്കും?
ഉത്തരം പ്രകാശിക്കും. ചോദ്യം 49. കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ എങ്ങനെയായിരിക്കും? ഉത്തരം ഇരുണ്ടുപോകും. ചോദ്യം 50. പൂരിപ്പിക്കുക. നിന്നിലുള്ള ഡാഷ് ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഉത്തരം വെളിച്ചം. ചോദ്യം 51. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ ഏതുപോലെയാണ് ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുക? ഉത്തരം വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് വെളിച്ചം തരുന്നതുപോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. 52. ഒരു ഫരിസേയൻ്റെ ക്ഷണമനുസരിച്ച് യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ അയാൾ എന്തിനെ പറ്റിയാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം ഭക്ഷണത്തിന് മുൻപ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റിയാണ്. ചോദ്യം 53. ഫരിസേയർ എന്തിൻ്റെയെല്ലാം പുറം കഴുകി വെടുപ്പാക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം കോപ്പകളുടെയും പാത്രങ്ങളുടെയും. ചോദ്യം 54. ഫരിസേയർ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നുവെങ്കിലും അവരുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം കവർച്ചയും ദുഷ്ടതയും കൊണ്ട്. ചോദ്യം 55. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? യേശു ഇവിടെ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം ദൈവത്തെപ്പറ്റി. ചോദ്യം 56. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് എന്ന് ചോദിക്കുന്ന യേശു തുടർന്ന് നൽകുന്ന ഉപദേശമെന്ത്? ഉത്തരം നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ. ചോദ്യം 57. ഫരിസേയർ ഏതെല്ലാം ചെടികളുടെ ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. ചോദ്യം 58. ഫരിസേയർ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നുവെങ്കിലും അവർ അവഗണിച്ചു കളയുന്നതായി യേശു കുറ്റപ്പെടുത്തുന്നതെന്ത്? ഉത്തരം ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. ചോദ്യം 59. ഫരിസേയർ എന്ത് അഭിലഷിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. ചോദ്യം 60. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങളെന്ന് യേശു കുറ്റപ്പെടുത്തുന്ന യഹൂദ വിഭാഗം ഏത്? ഉത്തരം ഫരിസേയർ. ചോദ്യം 61. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരാൾ, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നു പറഞ്ഞു. അയാൾ ഏത് യഹൂദ വിഭാഗത്തിൽ പെട്ടവനാണ്? ഉത്തരം നിയമജ്ഞൻ. ചോദ്യം 62. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതായി യേശു കുറ്റപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം നിയമജ്ഞരെ. ചോദ്യം 63. നിയമജ്ഞർ താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നു, എന്നാൽ അവർ എന്തു ചെയ്യുന്നില്ലെന്നാണ് യേശു അറിയിക്കുന്നത്? ഉത്തരം അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ചോദ്യം 64. നിയമജ്ഞർ തങ്ങളുടെ പിതാക്കന്മാർ വധിച്ച ആർക്കു വേണ്ടി കല്ലറകൾ പണിയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം പ്രവാചകന്മാർക്കു വേണ്ടി. ചോദ്യം 65. തങ്ങളുടെ പിതാക്കന്മാരുടെ ഏത് പ്രവൃത്തികൾക്കാണ് നിയമജ്ഞർ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത്? ഉത്തരം പ്രവാചകന്മാരെ വധിച്ചതിന്. ചോദ്യം 66. നിയമജ്ഞർ തങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് സാക്ഷ്യവും അംഗീകാരവും നൽകുന്നതെങ്ങനെ? ഉത്തരം പ്രവാചകന്മാർക്ക് വേണ്ടി കല്ലറകൾ പണിതുകൊണ്ട്. ചോദ്യം 67. നിയമജ്ഞരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ നിയമജ്ഞർ അവർക്കു വേണ്ടി എന്തു ചെയ്യുന്നു എന്നാണ് യേശു കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം അവർക്കു വേണ്ടി കല്ലറ പണിയുന്നു. ചോദ്യം 68. ദൈവം തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് അയച്ച ആരെയെല്ലാമാണ് മനുഷ്യർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്? ഉത്തരം പ്രവാചകന്മാരെയും
അപ്പസ്തോലന്മാരെയും. ചോദ്യം 69. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരെന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ ജ്ഞാനം. ചോദ്യം 70. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകനാര്? ഉത്തരം: സക്കറിയ. ചോദ്യം 71. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആരാണ് ഉത്തരം പറയേണ്ടി വരുന്നത്? ഉത്തരം: ആബേൽ മുതൽ സക്കറിയ വരെയും. ചോദ്യം 73. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്ന യഹൂദ ജന വിഭാഗമേത്? ഉത്തരം: നേമജ്ഞർ. ചോദ്യം 74. നിങ്ങളോ അകത്തു പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. യേശു ഇപ്രകാരം വിമർശിക്കുന്നതാരെ? ഉത്തരം: നേമജ്ഞരെ. ചോദ്യം 75. യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കി പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ച യഹൂദ ജനവിഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: നേമജ്ഞരും ഫരിസേയരും.